നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് തയ്യാറാക്കിയ 52 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചെങ്കിലും ആർ.എസ്.എസിന്റെ അഭിപ്രായം കൂടി പരിഗണിക്കണമെന്ന് നിർദ്ദേശം. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ആലുവയിൽ ബി.ജെ.പി. ആർ.എസ്.എസ് നേതാക്കളുടെ സംയുക്ത യോഗം ചേർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ തിടുക്കം വേണ്ടെന്നും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രഭാരിയുമായ വിനോദ് താവഡെ, സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവദേക്കർ, കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രൻ, സി കെ പത്മനാഭൻ, പി കെ കൃഷ്ണദാസ്, വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എസ് സുരേഷ്, ശോഭ സുരേന്ദ്രൻ, അനൂപ് ആന്റണി, എം ടി രമേശ് എന്നിവരും പി സുധീർ, ഷോൺ ജോർജ്, കെ കെ അനീഷ് കുമാർ, നവ്യ ഹരിദാസ് തുടങ്ങിയവരുമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് 4 സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വിവിധ ഘട്ടങ്ങളിലായിട്ടാകും കേരളത്തിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വം നടത്തുക. മത്സരിക്കുക 90 മണ്ഡലങ്ങളിൽ. ബി.ജെ.പി. 90 മണ്ഡലങ്ങളിലാകും മത്സരിക്കുക. 50ഓളം മണ്ഡലങ്ങളിൽ BDJS 2020 ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ മത്സരിക്കും. മികച്ച വിജയസാധ്യതയുള്ള 10 മണ്ഡലങ്ങൾ, മികച്ച പ്രകടനത്തിന് സാധ്യതയുള്ള 42 മണ്ഡലങ്ങൾ, മറ്റ് 48 മണ്ഡലങ്ങൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ടായിരിക്കും ബി.ജെ.പി. സ്ഥാനാർത്ഥി നിർണയം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ലെങ്കിലും ചില മണ്ഡലങ്ങളിൽ പ്രമുഖ നേതാക്കൾ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് വി മുരളീധരൻ, കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ്, മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ, പാലയിൽ ഷോൺ ജോർജ്, തിരുവല്ലയിൽ അനൂപ് ആന്റണി, ചെങ്ങന്നൂരിൽ സന്ദീപ് വാചസ്പതി എന്നിവർ പ്രവർത്തനം തുടങ്ങിയിട്ടുമുണ്ട്. വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രൻ, ആർ ശ്രീലേഖ, നടൻ കൃഷ്ണകുമാർ, തിരുവനന്തപുരത്ത് കരമന ജയൻ, ചെങ്കൽ രാജശേഖരൻ നായർ, ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ, കാസർഗോട്ട് ML അശ്വിനി, ആറ്റിങ്ങലിൽ പി സുധീർ, തൃശൂരിൽ MT രമേശ്, മലമ്പുഴയിൽ സി കൃഷ്ണകുമാർ, കൊടുങ്ങല്ലൂരിൽ ബി ഗോപാലകൃഷ്ണൻ എന്നിവരെ പരിഗണിക്കുന്നുണ്ട്. കായംകുളം, ഹരിപ്പാട്, ചെങ്ങന്നൂർ, അരൂർ, പാലക്കാട് എന്നിവിടങ്ങളിലും ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നുണ്ട്. മുൻ DGP ജേക്കബ് തോമസിനെ തൃശൂരിലോ ഒല്ലൂരിലോ ഇരിങ്ങാലക്കുടയിലോ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ യുദ്ധമുറി തുറന്ന ഇന്ത്യയെ തിരുവനന്തപുരത്ത് ബി.ജെ.പി. സംസ്ഥാന ആസ്ഥാനമായ മാരാർജി സ്മൃതി മന്ദിരത്തിന്റെ സെല്ലാറിലാണ് ആധുനിക സംവിധാനങ്ങളോടുകൂടിയ മാറും. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള വിനോദ് ധാവഡയും സംഘവും ഈ ഓഫീസ് കേന്ദ്രീകരിച്ചാകും പ്രവർത്തിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ഒരു മൂഴം മുമ്പേ യാത്ര തുടങ്ങുകയാണ് NDA. ബി.ജെ.പിയുടെ സംസ്ഥാന ആസ്ഥാന സെല്ലാറിലാണ് ഓഫീസ്. പ്രവേശന കവാടത്തിന് മുന്നിൽ തന്നെ NDAയിലെ എല്ലാ ഘടകകക്ഷികളുടെയും കൊടികൾ കാണാം. സ്വീകരണ മുറി, ഓരോ ചുമതലക്കാർക്കും പ്രവർത്തിക്കാനുള്ള ഓഫീസുകൾ, സമൂഹ മാധ്യമ ടീമിന് പ്രവർത്തിക്കാൻ പ്രത്യേക വിഭാഗം, ചെറിയ സമ്മേളന ഹാൾ, നേതാക്കൾക്കുള്ള ഓഫീസ്, വൈഫൈ സംവിധാനം, അങ്ങനെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുണ്ട്. മേഖലാ തെരഞ്ഞെടുപ്പ് ഓഫീസ് കൊച്ചിയിൽ ഉടൻ തുറക്കും. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് ധാവഡയും സംഘവും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തിരുവനന്തപുരം കേന്ദ്രമാക്കി മുഴുവൻ സമയവും പ്രവർത്തിക്കും. മലപ്പുറം ജില്ല വരെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ഈ ടീമിനാകും. കോഴിക്കോട് വടക്കുള്ള മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയ്ക്കാണ് ചുമതല. കേരളത്തിൽ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് സാധ്യതയുമുണ്ട്. ദേശീയ നേതൃത്വം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് മാറ്റങ്ങൾ. കേരളത്തിൽ മത്സര സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പലയിടത്തും ഒന്നിലേറെ പേരുകൾ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന നേതൃത്വം പട്ടിക സമർപ്പിക്കുന്നത്. ചുരുക്കം മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒരു പേരുള്ളത്. ദേശീയ നേതൃത്വത്തിന് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രതികൂലമാണെങ്കിൽ ഇതിലും മാറ്റം വരാം. കഴക്കൂട്ടത്ത് വി മുരളീധരൻ, മലമ്പുഴയിൽ സി കൃഷ്ണകുമാർ എന്നിവരുടെ പേരുകൾ മാത്രമാണുള്ളത്. കഴക്കൂട്ടത്തും മലമ്പുഴയിലും ഇവർ തന്നെ സ്ഥാനാർത്ഥികളായേക്കും. 2020 നേതാവ് സാബു M. ജേക്കബിനെ തൃപ്പൂണിത്തറയിൽ മത്സരിപ്പിക്കാൻ ബി.ജെ.പി. നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സാബു M. ജേക്കബ് മത്സരിക്കാൻ താൽപര്യക്കുറവ് പ്രകടിപ്പിച്ചതായാണ് സൂചന. കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിൽ മുതിർന്ന നേതാവ് MT രമേശ്, പ്രകാശ് ബാബു, നവ്യ ഹരിദാസ്, ടി റെനീഷ് എന്നിവർ സ്ഥാനാർത്ഥികളായേക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.